നോക്കിയേ ഇവിടെ കുറച്ച് കടകര പറിച്ചതാ ഉണ്ടോ. ചെറിയൊരു പപ്പയുണ്ടോ. നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുക. അത്രയും ഉണങ്ങി ഇങ്ങനെ വരുന്നതിനനുസരിച്ച് നോക്കിയ ഉള്ളിയുടെ ആ ഒരു ഭംഗി ഉണ്ടോ. അത് വരുമ്പോഴാണെങ്കിലോ ഒരാൾ നല്ലായിട്ട് വരിക, ഒത്തിരി പേര് ഒരുമിച്ച് വരിക. നമ്മുടെ ഉള്ളിയുടെ തണ്ട് വേർതിരിച്ചെടുക്കാട്ടാ. കണ്ടോ, നിറച്ച് മണിയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ആയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ എന്താ കുറച്ച് ചുവപ്പ് ചീര അരിയാൻ വേണ്ടിയിട്ടാണ് ഇതേ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നായിട്ട് നോക്കിയേ, നമ്മുടെ പറമ്പിൽ തന്നെ മുളച്ചിട്ടുള്ള കുറച്ച് ചീരകളാട്ടോ നമ്മൾ പടച്ച് നട്ടിട്ടുള്ളത്. കണ്ട, ഇതെല്ലാം തന്നെ മുളച്ചിട്ടുള്ള ചുവപ്പ് ചീരയായിരുന്നു. ഇപ്പോൾ പച്ചച്ചീര പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ചുവപ്പ് ചീര. ഇല്ലാതെ നന്നായി മുളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മളിവിടെ നട്ടിട്ടുള്ള ഈ ചുവപ്പ് ചീരയുടെ ഇടയിലൊക്കെ നോക്കിയേ കുറേ പുതിയ തൈകൾ മുളച്ച് വരും. അത് കാരണം എന്നിട്ടാണെങ്കിൽ ഇവിടുത്തെ പുല്ലും ഒന്നും ചെത്തി കളയാനോ പറിക്കാനോ ഒന്നും പറ്റില്ലേ. കാരണം പറിക്കുമ്പോൾ വരെ എന്താ പറയുക, വേരിന് ഇളക്കം വരുമല്ലോ. അപ്പോൾ വേറെ സ്ഥലത്തേക്ക് പറിച്ച് നടണമെന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ചുവപ്പ് ചീരകൾ മുളച്ച് ഇത്തിരി വലുതായി നിൽക്കുന്നുണ്ട്. അത് അരിഞ്ഞെടുക്കണം. അതേപോലെ തന്നെ ഈ ചുവപ്പ് ചീരയിലും നമ്മൾ ഇതിന് മുന്നായിട്ട് കുറച്ച് ദിവസം മുന്നേ നട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, പച്ചച്ചീരയും ചുവപ്പ് ചീരയും ഒക്കെ ഇപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ മുളച്ച് തുടങ്ങി. ഇനി മേടിക്കേണ്ട വരില്ല. മറ്റേ ചുവപ്പ് ചീര നമ്മൾ ഇടയ്ക്കൊന്ന് മേടിച്ച് നടാറുണ്ട്. ഇപ്രാവശ്യം അതൊന്നും നടേണ്ട വരില്ല കേട്ടോ. ഇപ്പോൾ ഈ അരിയാമാണ് ഈ ചീര ഉണ്ടല്ലോ, ഇത് നമ്മുടെ പറമ്പിൽ മുന്നേ നമ്മൾ നട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പം വരുമ്പോൾ തന്നെ നമ്മൾ അരിഞ്ഞ് തുടങ്ങണം. അരിഞ്ഞില്ലെങ്കിൽ എന്നിട്ടാണെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ പെട്ടെന്ന് കതിരി വരും. അപ്പോൾ ഈ പ്രായത്ത്, അതായത് ഈ ഒരു വളർച്ച ടൈമിൽ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നന്നായിട്ട് കൊമ്പും ജില്ലകളൊക്കെ ആയിട്ട് നന്നായിട്ട് ഇളകൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈം വെച്ചിട്ട് തന്നെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചീരയ്ക്ക് പ്രത്യേകിച്ച് ചെയ്യണ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പറമ്പിൽ നമുക്കറിയാമല്ലോ, നമ്മൾ ഈ പച്ചച്ചാണകമൊക്കെയാണ് കൂടുതൽ ഇട്ട് കൊടുക്കുക. അതേപോലെ ഗോമൂത്രം കിട്ടും, അതൊക്കെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുളയ്ക്കുന്ന ചീരകൾക്ക് ആ വളർച്ച വരുന്നതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം നോക്കിയേ, നമ്മൾ ഇത്രയും ചീരയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് നോക്കിയേ, കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ, പ്രത്യേക കളറാട്ടാ. നമ്മുടെ ചീരത്തോര ഇവിടെ റെഡി ആക്കി എടുത്തു. പിന്നെ അതേപോലെ തന്നെ ഇന്നലെ ചിക്കൻ കറി വെച്ചതിൻ്റെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതൊന്ന് ചൂടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉച്ചവരെയുള്ള എല്ലാ കറികളും, അതായത് ഉച്ചവരെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അതിന് നേരെ പറമ്പിലേക്ക്. അപ്പം നമ്മുടെ മുളക് ഇട്ടാ, മുളകിനെ കുറിച്ചിട്ട് എന്തിട്ട് പറയാനുള്ളല്ലേ. നമ്മളിപ്പോൾ എത്ര മാസങ്ങളായി നമ്മൾ മുളക് പൊട്ടിച്ച് തുടങ്ങിയിട്ട്. ഇപ്പോഴും മുളക് അതേപോലെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു ഭാഗത്തുനിന്ന് മുളക് പൊട്ടിച്ച് തുടങ്ങട്ടെ. പിന്നെ അത് മാത്രമല്ല ഏട്ടാ, നോക്കിയാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നാൾ കുറച്ച് മുളകും തൈകൾ വെക്കുന്ന കാട്ടിയില്ലേ, അവരൊക്കെ നോക്കിയപ്പോൾ ദേ നമ്മൾ ഈ മുളകിൻ്റെ കടക്കിലേക്കാണ് നമ്മൾ കുറച്ച് സുന്ദരി ചീരയുടെയും ഒക്കെയും നശിപ്പിച്ച് എന്താ പറയുക ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ടത് ഈ മുളകിൻ്റെ ഇടയിലായിരുന്നു. ഉണ്ടോ, പുരക്ക് ഇത് നന്നായിട്ട് മുളകൊക്കെ ആയി തുടങ്ങി. ഇതൊന്നും പൊട്ടിക്കാറായിട്ടില്ല കേട്ടോ, ഇതൊക്കെ നല്ല ചെള്ളാണ്, മൂത്തിട്ടില്ല. ഞാനിവിടെ നിന്ന് പൊട്ടിച്ചെടുക്കട്ടെ. നമ്മൾ ഭാസ്കര മുളക് ഇട്ടാ, അതും ഇതൊക്കെ ഭാസ്കര മുളക് തന്നെയാ. പിന്നെ നമ്മളുണ്ടല്ലോ അന്ന് തുണി കെട്ടിയില്ലേ തത്ത വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തുണി കെട്ടിയിട്ടും തത്ത വന്നു കേട്ടാ. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണ്ടത്തെ അരങ്ങന്നിട്ടു. അതിന് ശേഷം വന്നിട്ടില്ല കേട്ടാ തത്തകൾ. അവർ പണ്ട് കല്ലേ, അവരിങ്ങനെ മുകളിൽ കൂടെ പറക്കുമ്പോൾ നമ്മളിങ്ങനെ പഴുത്ത മുളക് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് അറിയാൻ തോന്നുന്നുണ്ട്, കണ്ണിലേക്ക് പെടാൻ തോന്നുന്നു. അത് വരുമ്പോഴാണെങ്കിലോ ഒരാൾ നല്ലായിട്ട് വരിക, ഒത്തിരി പേര് ഒരുമിച്ച് വരിക. നമ്മുടെ തത്ത വന്നിട്ട് പേരക്കായ തിന്നണത് ഞാൻ കാട്ടിത്തരാം കേട്ടാ. അത് ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അതിന് തിന്നണത് എന്ത് രസമാണെന്ന് അറിയാം അവർ തിന്നണ കാണാൻ. പിന്നെ അമ്മയല്ല, അപ്പം പിന്നെ സുഖമായിരുന്നു കേട്ടോ. മുളക് പൊട്ടിക്കുമ്പോഴേ മുളക് പൊട്ടിച്ച് കഴിയണത് അറിഞ്ഞിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞ് സമയം പോണത് അറിഞ്ഞിരുന്നില്ല. പക്ഷേ തന്നെ പൊട്ടിക്കുമ്പോൾ കുറേ സമയം എടുക്കണ പോലെ തോന്നും മുളക് പൊട്ടിക്കാൻ. ഇതിപ്പോൾ ഇത്രയും ഉണ്ടല്ലോ പൊട്ടിക്കാൻ, കുറേ സമയം പിടിക്കുകയും ചെയ്യും.
നോക്കിയേ, പകുതി ആയിട്ടില്ല ഏട്ടാ മുളക് പൊട്ടിച്ചിട്ട്. ഇവിടുത്തെ കുറച്ച് ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എവിടെ നിന്ന് അങ്ങനെ കിടക്കുക. അങ്ങനെ നമ്മുടെ മുളക് പൊട്ടിക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഞാൻ ആദ്യം മുളക് പൊട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നേരിട്ട് കൊണ്ട് ഉണക്കാറുണ്ട്. എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല ഏട്ടാ. പക്ഷേ നമുക്ക് കമൻറ്റ് കൂടെ പിന്നെ എല്ലാവരും പറഞ്ഞു തന്നു, സ്മിത ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അധികം ചൂടുവെള്ളം പാടില്ല, നമ്മൾ വിരൽ തൊട്ടാൽ വിരൽ പൊള്ളരുത്, ആ നൈസ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് മുളക് ഉണക്കായിട്ടുണ്ടെങ്കിൽ നല്ല റെഡ് കളറിലിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. പിന്നെ നമ്മൾ പഴുത്ത മുളക് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഉണക്കി പൊടിപ്പിക്കാനാണ്. പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയണതാണ് കേട്ടോ. പിന്നെ നമ്മളോട് ചോദിച്ചിരുന്നു ഈ മുളക് പൊടിപ്പിക്കുമ്പോൾ എരിവ് കൂടില്ലെന്ന്. നല്ല എരിവുണ്ടെന്ന് പറഞ്ഞാൽ നല്ല എരിവുണ്ട് മുളകിന്. നമ്മൾ പൊടിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് മേടിച്ചിട്ട് അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ പൊടിപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഞാൻ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വെയിലത്തിടണം. പിന്നെ നമുക്ക് നമ്മുടെ പപ്പായ കട്ടിട്ട് മഞ്ഞ പപ്പായ ഒരു വട്ടം ഉണ്ടായത്, അതിപ്പോൾ അത്യാവശ്യം വലുപ്പമായി. ആ വലുപ്പം വരുള്ളൂന്ന് തോന്നുന്നു. നീളം നല്ല നീളമാണ് പ്രത്യേകത. കണ്ട ചെറിയൊരു പപ്പയ കണ്ട. നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുക, അത്രയും അടിയിൽ നിന്ന് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഒരു നീളം ടൈപ്പ്, കുറേ വണ്ണമൊന്നല്ല, കണ്ടെങ്കിൽ നീണ്ടിട്ട് നോക്കിയ ഓരോന്നിൻ്റെ വളവ് കണ്ട. നല്ല ഭംഗിയുണ്ട് കേട്ടാ പപ്പായ കാണാനായിട്ട്. ഇന്നിപ്പോൾ നമുക്ക് നമ്മൾ നഴ്സറിയിലേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടാ. അതായത് തെങ്ങിൻ തൈയൊക്കെ മേടിക്കണം. കാരണം നാളികേരത്തിനൊക്കെ ഭയങ്കര വില കൂടല്ലേ. കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണത്തിനേക്കാൾ വില തോന്നുന്നുണ്ട് നാളികേരത്തിന്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അത്രയും വില വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആണെങ്കിൽ ഒരു 4-5 തെങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ അതായത് അതിൻ്റെ ഇത്രയും വർഷമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ പോലും അതേപോലെ പോയിട്ടുള്ളതാണ്. അപ്പോൾ അവിടേക്ക് വെക്കാൻ വേണ്ടിയിട്ടുണ്ട് തെങ്ങിൻ തൈ മേടിക്കാൻ പോകേണ്ടതെന്ന്. പിന്നെ ഞാൻ ഏത് സ്ഥലം കൂടി കാട്ടിയട്ടെ. നോക്കിയേ, ഇതെന്താണെന്നറിയോ? ബജ്ജി മുളക് നമ്മുടെ ഉണ്ടാ. നമ്മളിത് നട്ട് കൊടുത്തിട്ടുണ്ട്, ഉണ്ടായി തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞാൽ ആദ്യം ഉണ്ടായി. നമുക്ക് വെയിലായി തുടങ്ങി. അപ്പോൾ നമ്മുടെ കൊപ്പറയും ഉള്ളിയും അതേ കുറച്ച് നേരം ഇപ്പോൾ വെയിൽ കിട്ടണുള്ളൂ നമ്മുടെ ഈ ഒരു ഭാഗത്ത്. അത് കഴിഞ്ഞ് തണലാവും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ദിവസം നമുക്ക് ഉണക്കേണ്ട വരണ്ടേ. പിന്നെ നമ്മുടെ കൊപ്ര ഇനി 2 ദിവസം കൂടെ ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആട്ടാറാവൂട്ടാ. കുറച്ച് പച്ചനാളികേരം ഉണ്ടായിരുന്നേ, അപ്പോൾ അതും കൂടി ആയിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാന്ന് വെച്ചിട്ടാണ് നീണ്ടു പോയത്. നമുക്കിവിടെ ആകെ കുറച്ച് നേരം വെയിൽ കിട്ടുള്ളൂ. പക്ഷെ ആ വെയിൽ നല്ല ചൂടുണ്ടാവും കേട്ടാ. ഇനിയിപ്പോൾ നമ്മുടെ മുളകും ഉള്ളിയും ഉണക്കാണ്ട് അതുകൂടി ഇരട്ടെ. നമ്മൾ മുളക് പൊട്ടിക്കുമ്പോൾ ഓരോ പ്രാവശ്യം എന്താ പറയുക പല സ്റ്റെപ്പായിട്ടല്ലേ. അത് കാരണമാണ് ഇങ്ങനെ പല ചാക്കിലാക്കിയിട്ടാണ് ഉണക്കാരി ഇടുക.
ഉള്ളി ഉണ്ടല്ലോ നോക്കിയേ, ഉണങ്ങി ഇങ്ങനെ വരുന്നതിനനുസരിച്ച് നോക്കിയേ ഉള്ളിയുടെ ആ ഒരു ഭംഗി ഉണ്ടോ. ഇത് ശരിക്കും ഉള്ളിക്ക് അധിക ദിവസമൊന്നും വേണ്ട കേട്ടാ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇവിടെ ഇത്തിരി വെയിൽ കുറവാണ് ഏൽക്കുന്നത്, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്തിരി ദിവസം കൂടുതലുണ്ടാവരുന്നേ. ഇനി നമുക്കൊന്നേ പുറത്ത് പോകണം. അപ്പോളേ നമ്മളൊന്ന് മണ്ണുത്തി നഴ്സറിയിലേക്ക് പോവാട്ടാ. നമ്മളിതാ നഴ്സറിയിലെത്തി. അപ്പോൾ ആ ചേച്ചി ഇപ്പോഴത്തെ നല്ല തെങ്ങ് വേഗം പെട്ടെന്ന് കുലയ്ക്കണ നാളികേരൊക്കെ ഉണ്ടാവണ തെങ്ങിൻ തൈ വേണമെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തെങ്ങിൻ തൈയും പിന്നെ തൈ ചെടിയിട്ട നമ്മുടെ മുസാണ്ട നല്ല ഭംഗിയാണ് പൂണ്ടായി നിൽക്കണത്. ഞാൻ കുറേ നാളായിട്ട് അന്വേഷിക്കുന്ന ഒരു കളറായിരുന്നു, റെഡ് കളർ. അപ്പോൾ അങ്ങനെ മുസാണ്ടയ്ക്ക് നോക്കി അതൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ പോരുന്നത്. പിന്നെ മണ്ണുത്തി മാടക്കത്ര റൂട്ടിലേക്ക് പോണ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇഷ്ടംപോലെ നഴ്സറികളാണ്. അപ്പം ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ നഴ്സറികളിൽ കയറി നമുക്ക് ഇഷ്ടപ്പെട്ടു നോക്കി അങ്ങനെയാട്ടോ ഞങ്ങൾ മേടിക്കാറ്. എത്ര 5 പേര്, പക്ഷെ പുതിയ ആൾക്കാരല്ലേ നമ്മള്, അത് കാരണം അവർ ഓടണേ മേടിക്കണ്ടായിട്ട് ഞങ്ങളൊന്നും ചെയ്യില്ല. 10 പേര്, 1 2 3 4 5 6 പേര്. ഇത് തെങ്ങുമ്പോ ശരി തെങ്ങുമ്പേ നോക്കി തെങ്ങിന്റെ പട്ടം ഇരിക്കണേ. അത് ആൺമയിലല്ലേ, അല്ല പെൺമയില്. ആൺമയില പീലി കൂടുതലുള്ളത്. ആയി എന്തായാലും നമുക്ക് വന്നപ്പോ നല്ലൊരു കാഴ്ച കാണാറതിനെ ചേട്ടാ. കേരളിലേക്ക് പോയി അതേ നമ്മൾ ഈ വന്ന നഴ്സറിയിലിട്ടാ. ഞങ്ങള് അവിടുന്ന് വണ്ടിയിൽ വരുമ്പോ തന്നെ കണ്ടു കുറച്ച് പേര് മരത്തുമ്പോ ഇരിക്കുന്നത്. മടങ്ങി പോകുമ്പോ നമ്മൾ വീഡിയോ പിടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അവരിങ്ങനെ പതുക്കെ നടന്ന് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നു. ഇതിനുള്ളിൽ അങ്ങനെ വലിയൊരു നഴ്സറിയാണിത്. പക്ഷെ നമുക്കത് കാരണം അതേ പിടിക്കാൻ പറ്റിയില്ല. പക്ഷെ പറന്ന് പുറത്തൊക്കെ കാണാൻ പറ്റില്ലേ, അവരവിടെ സുഖമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ പുതിയ ആൾക്കാരല്ലേ, അപ്പോൾ അവർക്ക് പേടിയുണ്ട് തോന്നുന്നുണ്ട്. ഇവിടെയുള്ള ചേച്ചിമാരുടെ അടുത്തുന്നവർക്കൊരു കുഴപ്പമില്ല, നല്ല ഈസി ആയിട്ട് പോകണം. അത് എന്ത് രസമാണ് കോഴികൾ അത് നമ്മളെ പോലെ പോകണം. അപ്പം നമ്മളിത് 5 തെങ്ങിൻ തൈ വാങ്ങിയിട്ടുണ്ട്. തെങ്ങിൻ തൈ മേടിക്കാൻ പോയപ്പോൾ പിന്നെ ഈ 2 ചെടി കൂടി നമ്മൾ മേടിച്ചു വിട്ടാ. അപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ള നമ്മുടെ തെങ്ങിൻ തൈയുടെ പേരെന്ന് പറയുന്നത് T×D. 3 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ് പറഞ്ഞു നോക്കണത്. നന്നായിട്ട് നാളേരൊക്കെ പിടിക്കുന്നതാണ് പറഞ്ഞു നോക്കണേ. അപ്പം അങ്ങനെ എത്രയും പേരായിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇനി ഇത് ഇറക്കി വയ്ക്കണം, ഡ്രസ്സ് മാറിയിട്ട് ഇറക്കി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആ പറമ്പിൽ പോവാട്ടെ. കാരണം എന്താ പറയുമോ, നമ്മുടെ ഉള്ളി പറിക്കാറായിട്ടുണ്ട്. നമ്മൾ അന്ന് 2 തടം പറിച്ചിട്ട് 1 തടം നമ്മൾ പറിക്കാനിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം അത് ഇന്ന് പറിക്കണം. അപ്പം അങ്ങോട്ട് പോവാം. നമ്മുടെ ചോളം നോക്കിയേ, ഇന്ന് നമുക്ക് ചോളവും പൊട്ടിക്കാണ്ടിട്ടാ. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു തടം പറിക്കാണ്ടിട്ടിട്ടുള്ളത്. അന്ന് 2 തടം, അന്ന് നമ്മൾ 2 തടം ഉള്ളിയാണ് പറിച്ചത്. അപ്പോൾ നമുക്ക് 10 കിലോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇനിയിപ്പോൾ ഈ ഒരു തടം കൂടി നമുക്ക് പറിക്കാനുണ്ട്. ഇതിൽ നന്നായിട്ട് ഉള്ളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ പകുതി കിട്ടാതിരിക്കില്ല, അത് ഉറപ്പാണ്. നമുക്ക് പറിക്കാം. ഇവിടെയൊക്കെ ഇതേ നന്നായി കാണാൻ പറ്റും. ഇതേ ഉള്ളി ഇങ്ങനെ പുറത്തേക്ക്, എല്ലാത്തിൻ്റെ ഉള്ളി പുറത്തേക്ക് നിൽക്കുന്ന കാണാൻ കണ്ടോ. പിന്നെ ഉള്ളി ഉണ്ടല്ലോ, ആ പറിക്കേണ്ട സമയത്ത് തന്നെ പറിക്കണം കേട്ടോ. അതല്ലെങ്കിൽ എന്നിട്ടെന്നറിയോ, അത് പുതിയതായിട്ട് 2ാമത് മുള വന്നു തുടങ്ങും. കണ്ടാ നോക്കിയേ, കണ്ടോ. ഇതേപോലെ തന്നെ നമുക്കെല്ലാം പറിക്കാം. ഒരു 3 കട പറിച്ചപ്പോൾ എന്താ ഇത് മഴ പെയ്ത കാരണം മണ്ണ് പിടിച്ചത്. കഴിഞ്ഞ വട്ടം നമുക്ക് ഉള്ളി പറിക്കുമ്പോൾ എന്ത് സുഖമായിരുന്നു, വൃത്തായിട്ട് മണ്ണുണ്ടായിരുന്നില്ല, സുഖമായിട്ട് പറിച്ചെടുക്കാൻ പറ്റിയിരുന്നു. നോക്കിയേ
ഈ മണ്ണും കടയെ പതുക്കെ കളഞ്ഞു വെക്കട്ടെ, ഇങ്ങനെ അപ്പടി മണ്ണായിരിക്കും. കണ്ടോ, നമ്മൾ വേഗം ഈ കൃത്യസമയത്ത് പറിക്കാത്തതിൻ്റെയാണ്. അന്ന് നമുക്ക് പറിച്ചാൽ മതിയായിരുന്നു, ഞങ്ങൾ പിന്നെ അതങ്ങനെ ഇട്ടുപോയി, പിന്നെ പറിക്കാമെന്ന് പറഞ്ഞിട്ട്. കണ്ടോ, മഴ പെയ്തപ്പോഴേക്കും പുതിയ വേര് വരുന്നത്. അപ്പോൾ വീണ്ടും പുതിയ ഉള്ളി നട്ടിട്ടുണ്ടാവണ പോലെ ആയി തന്നെ. നോക്കി നല്ല വലിപ്പമുണ്ട്, കണ്ട ഉള്ളി. കണ്ട ഇതൊക്കെ നോക്കി എന്ത് വലിപ്പമാണെന്ന് നോക്കി. സാധാരണ മേടിക്കുന്ന അതേ ഉള്ളി തന്നെ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാട്ടോ, ഇപ്പം മുന്നത്തെ വീഡിയോ കാണാത്തവർക്കാണെങ്കിൽ, പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ, ഈ ഉള്ളി സാധാരണ പീടികയിൽ നമ്മൾ മേടിക്കില്ലേ, അതേ ഉള്ളി ആ മേടിക്കുന്ന ഉള്ളി നട്ടു കൊടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ നോക്കിയാൽ മതിയിട്ട്, ഞാൻ റീൽസായിട്ട് ഇട്ടിട്ടുണ്ട് ഉള്ളി നടന്നത് കാര്യങ്ങളൊക്കെ ഇട്ടാ. കണ്ടോ നോക്കി, ഒരു കടയിലാണ് നോക്കണ്ട കേട്ടോ ഇതേപോലെ ഉള്ളി നമുക്ക് കിട്ടുന്നത്. കണ്ടോ എന്ത് രസമാണ്, 4-5 കടയുണ്ട് ഇട്ടത്. കണ്ടോ, ഒരു 5 കട ഒരുമിച്ച് പറിച്ചു കേട്ടോ നമ്മള്. നോക്കുമ്പോളേ നമ്മുടെ ഈ മുറത്തിൽ പറ്റില്ല. കണ്ടോ, ഇനി ഇത്രയും പറിക്കാൻ കിടക്കുക. അപ്പം ഞാൻ ഒരു ചാക്കിലേക്ക് ഒതുക്കി വയ്ക്കാന്ന് വെച്ചു. അതെ, കണ്ടോ എന്ത് രസമാണ്, 4-5 കടയുണ്ട് ഇട്ടത്. കണ്ടോ, ഒരു 5 കട ഒരുമിച്ച് പറിച്ചു കേട്ടോ നമ്മള്. നോക്കുമ്പോളേ നമ്മുടെ ഈ മുറത്തിൽ പറ്റില്ല. കണ്ടോ, ഇനി ഇത്രയും പറിക്കാൻ കിടക്കുക. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ, നമ്മളൊരു ചാക്ക് എടുത്ത് കൊണ്ടുവന്നു. പിന്നെ ഇനി വേഗം വേഗം പറിക്കാട്ടാ. നോക്കിയേ, ചില കടയിലത്തെ പറിക്കുമ്പോൾ കാട്ടിത്തരാൻ വീണ്ടും തോന്നാണേ. കണ്ടോ, ഇപ്പം പകുതി പറക്കില് കഴിഞ്ഞു. പകുതിയില്ല, 1/4 ഭാഗം. ഇനി 3/4 ഭാഗം എടുക്കുന്നുണ്ട്.
നോക്കിയേ ഇവിടെ കുറച്ച് കടകര പറിച്ചതാ ഉണ്ടോ. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ നോക്കിയേ. ഇതാ നമ്മുടെ ഉള്ളി അങ്ങനെ പറക്കല് കഴിഞ്ഞു. അങ്ങനെ വീണ്ടും ഉള്ളി നമ്മളെ ഞെട്ടിച്ചു. ഉള്ളി നമുക്ക് ഉള്ളത് അറിയായിരുന്നു, എന്നാലും ഇപ്പോൾ ഈ ഒരു തടത്തിലായിരുന്നു. നോക്കി 25 ഉള്ളിനായിട്ട് നമ്മളൊരു തടത്തിൽ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുള്ളത്. ഇനി എന്നിട്ടാണെങ്കിലേ നമുക്ക് ചോളം പൊട്ടിക്കാനുണ്ട്. ഇനി അത് പൊട്ടിക്കാം. അപ്പം നമ്മുടെ ചോളം ഒരു 5-6 ഞാൻ പൊട്ടിച്ചെടുക്കണുള്ളൂ. കാരണം ഒന്നാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോളം തിന്നാനായിട്ട് ഏറ്റവും ഇഷ്ടം മൂത്ത ആൾക്കാർ, അതായത് ആര്യമോനാണ്. അവരിപ്പോൾ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇല്ലാത്ത കാരണം എനിക്ക് ചോളം അങ്ങനെ പൊട്ടിച്ച് കൊണ്ടുപോകണമെന്നോ പുഴുങ്ങണമെന്നോ ഒന്നും തോന്നാറില്ല. നമ്മളൊരു ഇഷ്ടത്തിന് രസത്തിന് നട്ടു കൊടുത്തു എന്നുള്ളൂ. എന്നാലും ആവശ്യത്തിന് 1-2 ഇടയ്ക്ക് ഞാൻ കൊണ്ടുപോകാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കവറിട്ടുണ്ടെങ്കിലും ഇതേ നമ്മുടെ അണ്ണാമാരൊക്കെ തന്നെയാണ് ഇത് നോക്കണം. നോക്കിയേ, അവർക്കറിയാം ഇവിടെ ഇട്ട് ഞാൻ ഊരി കാട്ടിയ കേട്ടാ. അയ്യോ പൊട്ടിയാ അതെ, അവർക്കറിയാം എല്ലാത്തിനും നന്നായി മണി ഉണ്ടാവുമല്ലോ. നോക്കട്ടെ, കണ്ടോ നോക്കിയേ, കണ്ടോ സൈഡിലൊക്കെ ഉണ്ടോ നിറച്ച് പണിയാണ്. ഇതൊക്കെ തിന്നു കഴിഞ്ഞു. ഇതിപ്പോൾ ഇവിടെ പൊട്ടിയും പോന്നു. ഇവിടെ കിടന്നോട്ടെ, അവരെന്നെ തിന്നോട്ടെ. അന്വേഷിച്ച് വരുമ്പോഴേ കിട്ടാതിരിക്കേണ്ട. പക്ഷെ എല്ലാത്തിനും അതെ. ഇപ്പം ഞാനൊരു 5-6 എന്താ പൊട്ടിച്ച് കൊണ്ട് പോകുന്നുണ്ട് ഇതേപോലെ ഉള്ളത്. ബാക്കിയൊക്കെ അവിടെ തിന്നുണ്ട്. ഇവിടെയൊക്കെ നോക്കി കാണാതെ കവറിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി തിന്ന് പോയി നോക്കണേ. കണ്ടോ തിന്ന് പോയി നോക്കണേ. പിന്നെ നോക്കി ചെറുതായിരിക്കുമ്പോഴേ നല്ല മധുര രസമാണ് ചെറുതിൽ. വെറുതെ നമുക്കിങ്ങനെ കുഞ്ഞീത് ഇത്ര ആയി വരുമ്പോൾ എന്നെ കടിച്ച് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അവരാ ടേസ്റ്റൊക്കെ പഠിച്ചു വിട്ടാവും. അപ്പോൾ എന്തായാലും 5-6 പൊട്ടിക്കട്ടെ. നല്ല വലിപ്പമുള്ള പൊതിച്ചോളാനാണേ. കണ്ടോ ഒക്കെ ഞാനേ അവർ കവറിട്ട് എൻ്റെ അടിയിൽ കൂടെ വന്ന് തിന്ന് നോക്കണേ. ഞാൻ കവർ അതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവരതേപോലെ തന്നെ വന്ന് തിന്നോട്ടെ. ഇപ്പോൾ തന്നെ ഞാൻ പൊട്ടിച്ചല്ലോ. ഇത് ഞാൻ ഇപ്പം തന്നെ തൊലി പൊളിച്ച് കാട്ടിയതാട്ടാ. കണ്ടോ നിറച്ച് പണിയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ അണ്ണാനൊക്കെ വന്ന് തിന്നാതിരിക്കുക. എന്തോ മുടി നമ്മൾ പുഴുങ്ങുമ്പോൾ ഈ മുടി അടക്കിട്ടിട്ട് പുഴുങ്ങണം. അപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ കഴിക്കുമ്പോൾ. നല്ല പൊതിച്ചോളനാണ് നമ്മുടെ വീട്ടിലത്തെ. നമ്മൾ പറയാറുണ്ട്, നമ്മൾ ചോളത്തിൻ്റെ മണി വിത്ത് മേടിക്കല്ലേ ചെയ്യുക, നമ്മൾ കോഴികൾക്ക് തിന്നാൻ വേണ്ടി നമ്മൾ കൊടുക്കും. അതിൽ നിന്ന് അതായത് കോഴികൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ചോളം മേടിക്കും. ആ ചോളത്തിൻ്റെ മണിയാണ് നമ്മൾ പാവാട്ടാ. അങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് ചോളം ഇതേപോലെ ഉണ്ടായി കിട്ടാറുണ്ട്. അപ്പം ഇനി നാളെ ഞാൻ ഉണ്ണി പൊട്ടിക്കട്ടെ. ഇതൊക്കെ അവിടെ തന്നുട്ടാ. 6 ഞാൻ പൊട്ടിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇവരാണ് കൂടുതൽ കഴിച്ചു നോക്കണേ. അപ്പം ഞാൻ എനിക്ക് ആവശ്യമുള്ള ഒരു 5-6 ഞാൻ പൊട്ടിച്ചു കൊടുത്തു വിട്ടാ. ബാക്കിയൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതേനാ ഇത്രേ പൊട്ടിച്ചോളൂ. ഇനി നമ്മുടെ ഉള്ളിലേക്കായിട്ട് വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ പേളി വീട്ടിൽ നോക്കി ഉറങ്ങണേ. അവൾക്കറിയാമല്ലോ നമ്മൾ പറമ്പിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഉറങ്ങാനുള്ള ടൈം കിട്ടുന്നു. ഷൈട്ടെ ഞാൻ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. നമ്മുടെ അർബാനല്ലേ കൊണ്ടുപോകാന്ന് വെച്ചു. അർബാന പോയി എടുത്തതാ പിന്നെ ഇടയില്ലേ.
നമ്മുടെ സോളോ. ഇനി നമുക്ക് പോവാം. വേളിക്കുട്ടി പോവാഞ്ഞ് നമുക്ക് വാ. നീ എങ്ങോട്ട് പെണ്ണേ? അയ്യോ, ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. നമുക്കൊരു ചേച്ചി കൊള്ളിത്തറിയും ചീരി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എടുക്ക കൈ പിടിക്കട്ടെ. കൊള്ളിത്തറി പിന്നെ നമുക്ക് കൊള്ളി പറിച്ചിട്ട് എപ്പോഴും ഉണ്ടാവുമല്ലോ. ചീരി കൂടി അരിയട്ടെ. ഇത്തിരിയോളം മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി. രാഗ 2 പേരുള്ളേ. ഇത് മതി. വൈകി നമ്മുടെ ചീരയുടെ ഭംഗി. നമ്മുടെ ഉള്ളിയുടെ തണ്ട് വേർതിരിച്ചെടുക്കാട്ടാ. നല്ല വെയിലേ. ഞാൻ നമ്മുടെ ഈ ഉള്ളി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പിക്ക് നോക്കിയേ തണ്ടൊക്കെ എന്തിനു വകയിരുന്ന് കരിയണ പോലെയാ. ഞാൻ ഈ തള്ളത്ത് വെച്ച് പോയിട്ട് വരാം. അപ്പം നോക്കിയാൽ നമ്മുടെ ഉള്ളിയുടെ തണ്ടൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു കേട്ടാ. ഇനി നേരെ വെയിലത്ത് കൊണ്ടിട്ടെ. ഒരു പുറം കൂടി ഉണ്ടാവും. പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കൂട്ടാ. അപ്പോൾ അവരെടുത്ത് എന്തായാലും കുറച്ച് നേരം കുറേ ടൈം എന്ന് തന്നെ പറയാം അവർക്ക് വേണ്ടി കുറച്ച് നേരം ഇരിക്കും. എന്നിട്ടൊക്കെയാണ് ഞാൻ അടുത്ത കാര്യങ്ങളിലേക്ക് പോവുള്ളൂ. ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ വന്നിരിക്കാന്ന് പറഞ്ഞാൽ. അത് റൊണാൾഡോ മോനെ പ്രത്യേകിച്ചും നമ്മൾ ഫ്ലാറ്റിൽ കൂട്ടെ ഇവർക്ക് സ്നേഹത്തിന് വേണ്ടി തല്ലുകൊണ്ടോരാ. എന്നെ കൂടുതൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ട് കല്യാണി നല്ല വേറെ തിരക്കിലായിട്ട് അതാ വരുന്നുണ്ട്. പെട്ടെന്ന് ശ്രദ്ധ കിട്ടിയ വരുവാള് അതാ വരുന്നുണ്ട്. എന്താ കല്യാണിയെ
അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇന്ന് എത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പം ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.